ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ കരുവന്നൂർ ബാങ്കിന് സമാനമായിട്ടുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ ഉണ്ടായിരിക്കുകയാണ്. ഇതിനെ ഏത് രീതിയിലാണ് കാണുന്നത്? എന്താ വിഷയം എന്താണ്? കരുവന്നൂർ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ചെറിയ കൊള്ളയാണ്. ഇത് കോടിക്കണക്ക് നമ്മൾ ചിന്തിക്കണ കോടിയല്ല. ഇവിടുത്തെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ 935 കോടിയാണ്. കരുവന്നൂർ ബാങ്ക് എന്ന് പറഞ്ഞൊരു വീരപ്പൻ്റെ ഒരു കള്ളക്കടത്ത. ഇതെന്ന് പറഞ്ഞാൽ ദാവൂദ് ഇബ്രാഹിമിനെ വെട്ടിക്കുന്ന രീതിയിലുള്ളതാണ്. ഇവിടെ ഒരു പ്രതിസന്ധി എന്നുണ്ടായെന്ന് വെച്ചാൽ ഇരിഞ്ഞാലക്കുട സമ്പൂർണ്ണമായി തകരും. ഇതിന് കാരണക്കാരെന്ന് പറഞ്ഞാൽ UDFന്റെ ഭരണസമിതിയാണ്, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. ഇവിടെ ഭരണ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഭരണസമിതി എന്ന് പറയാനൊന്നുമില്ല, ഒരാൾ തന്നെയാണ് ഇതിന്റെ സമ്പൂർണ്ണ തീരുമാനം. ഈ അനധികൃത വായ്പകൾ നമുക്കറിയാം. 5 സെന്റ് സ്ഥലത്തിന് 5 ലക്ഷം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവർ കൊടുത്തിട്ടുള്ളത് 50 ലക്ഷമാണ്. ഇവിടെ ലക്ഷങ്ങളുടെ ലോൺ ഇല്ല, സത്യം പറയുകയാണെങ്കിൽ. ഇവിടെ കോടികളുടെ ലോൺ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇവിടെ റിസർവ് ബാങ്കിന്റെയാണ് ഓഡിറ്റ്. ഇത് KCS ആക്ടിൽ വരുന്നതല്ല, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്കിന്റെ പാനൽ വന്നിട്ടുള്ള ഓഡിറ്റ് ടീമാണ്. ആ ഓഡിറ്റ് ടീം കണ്ടെത്തി അതിന്റെ ന്യൂനതകൾ കണ്ടെത്തിയപ്പോൾ NPA കൂടി, നോൺ പെർഫോമിംഗ് അസറ്റ് കൂടി. അത് 235 കോടിയിലേക്ക് എത്തി. 200 കോടിയോളം മൊത്തം നഷ്ടമാണ്. 40 കോടി 2024-25 തന്നെ നഷ്ടം രേഖപ്പെടുത്തിക്കാണ്. അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് സർക്കുലർ ഇറക്കിയത്. ഇനി ഇവർക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ല, ഇനി ഇവർക്ക് നിക്ഷേപം സ്വീകരിക്കാൻ പറ്റില്ല. ആകെ 10,000 വരെ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. ഇവിടുത്തെ നിക്ഷേപം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒന്നുകൂടി പറയുന്നത് 935 കോടിയാണ്. ഇവിടെ നമുക്കറിയാം, കരുവന്നൂർ സമരം നടക്കുമ്പോൾ പോലും കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ഇറങ്ങിയിരുന്നില്ല. കാരണം ഇവർ രണ്ടു കൂട്ടരും ധാരണയാണ്. ഇപ്പൊ ഇവിടെ ഈ വിഷയം ഉണ്ടായിട്ട് പോലും LDFന്റെ ഒരു പ്രതിഷേധമില്ല, ഇവിടെ സ്ഥല MLA ഒരു പ്രതിഷേധമില്ല. സർക്കാർ തലത്തിൽ CPMന്റെയോ മറ്റു നേതാക്കന്മാരോ ആരും തന്നെ ഇവിടെ സന്ദർശിച്ച് പ്രസ്താവന ഇറക്കുന്നില്ല. ഇത് ഇവര് ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ഇവർ രണ്ട് കൂട്ടരും തമ്മിലുള്ള ഇരു മുന്നണികളുടെ കൂട്ടുകച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ നിലവിലെ ഭരണസമിതി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളോട് പ്രതികരിക്കുന്നത് എന്താണ്? നിലവിലെ ഭരണസമിതി പറയുന്നത് മോശം സാമ്പത്തിക അവസ്ഥയാണ്. അദ്ദേഹത്തിന് അറിയണില്ല എന്നുകൊണ്ട്, ആൾ പേപ്പർ വായിക്കണില്ല എന്നുകൊണ്ട്. ഇന്ത്യ രാജ്യം 11ാം സ്ഥാനത്ത് 2014 ഉണ്ടായിരുന്ന രാജ്യം ഇന്നിപ്പോൾ 4ാം സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി ഉയർത്തിക്കൊണ്ടുവന്നു. സാമ്പത്തികമായി വൻ പുരോഗതിയിലേക്ക് രാജ്യം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. $5 ട്രില്യൺ ലക്ഷ്യം കണ്ടെത്താൻ പോവുകയാണ്. ആള് പേപ്പർ വായിക്കാത്തതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെൻട്രൽ ഗവൺമെന്റ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവര് കണ്ണി കണ്ട മലയ്ക്കും ഈ പറഞ്ഞ മാതിരി ചന്ദ്രനിൽ ലോൺ കൊടുത്തിട്ടുണ്ടോന്ന്, അല്ലെ ഇപ്പൊ ശുഭാംശുവിന്റെ കാര്യം പറഞ്ഞ മാതിരി അവിടെയും ലോൺ കൊടുത്തിട്ടുണ്ടോന്ന് നമുക്ക് അന്വേഷിക്കേണ്ടി വരും. ഇവിടുത്തെ ജനങ്ങൾ ഇനി പണം കിട്ടാനായിട്ട്, അല്ലെങ്കിൽ അവർ നിക്ഷേപിച്ചിരിക്കുന്ന പണം കിട്ടാൻ ഇവർ ഇനി അടുത്ത സ്റ്റെപ്പ് ഇനി എന്താണ് ചെയ്യാൻ പറ്റും? ഇവർക്ക് ഇപ്പൊ നമുക്കറിയാം, സർക്കുലർ പ്രകാരം 6 മാസത്തേക്ക് 10,000 രൂപ എടുക്കാൻ പറ്റുള്ളൂ. 10,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസം 10,000 എടുക്കാം, അടുത്ത മാസം 10,000 എടുക്കാം. 1 ലക്ഷം രൂപ കിട്ടാൻ എത്ര മാസം എടുക്കണം? എത്ര മാസം ഇവിടെ വരണം അവന് കിട്ടണമെങ്കിൽ? ഇതൊന്നും പ്രായോഗികമല്ല. ഇതിന് വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. വലിയ പ്രതിസന്ധിക്ക് പോകുന്നതിന് മുമ്പ് ഇവരെവിടെയൊക്കെ അനധികൃത വായ്പകൾ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വാല്യുവേഷന് വിലമതിക്കാത്ത രീതിയിൽ, ഇപ്പൊ നമുക്കറിയാം 5 ലക്ഷത്തിന് വാല്യൂ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനൊക്കെ സാധാരണഗതിയിൽ അതിന്റെ 1/3 കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ ഇവർ 1/3 കൊടുക്കുന്നത്, അതിന്റെ 5 ഇരട്ടി ലോണാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എത്രയും പെട്ടെന്ന് ആ ലോണുകൾ തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ എടുത്തുകൊണ്ട് മുന്നേറി പോകണം. അല്ലെങ്കിൽ വലിയ ഒരു കണ്ണീർ കടല് ഇരിഞ്ഞാലക്കുടയിൽ സംഭവിക്കും. മാർക്കറ്റ് അടക്കമുള്ള നമ്മുടെ ഇരിഞ്ഞാലക്കുടയുടെ സാമ്പത്തികമായുള്ള അടിത്തറ പരിപൂർണമായി നശിക്കും. ഇപ്പോൾ ഈ കരുവന്നൂർ മോഡൽ തന്നെ ഇവിടെ ഒരു സാമ്പത്തിക തട്ടിപ്പ് നടന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കരുവന്നൂർ മോഡലിലെ സാമ്പത്തിക തട്ടിപ്പിലേക്ക് കടക്കാനുള്ള പൂർണ്ണ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. കാരണം അവിടെ ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും ഒക്കെ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇവർ ചെയ്തിരിക്കുന്നത് വലിയ വലിയ ലോണുകൾ അനധികൃതമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇനി അതിന്റെ പിന്നിൽ അന്വേഷണം നടക്കുമ്പോഴാണ് ഇതിന്റെ പുറകിൽ നിന്നുകൊണ്ട് വേറെ രീതിയിലുള്ള എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് പുറത്തേക്ക് വരുള്ളൂ. ഇതിപ്പോ ആദ്യഘട്ടം വന്നിട്ടുള്ളൂ. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന്റെ വിപുലീകരിച്ച രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ നമുക്കറിയാം ആ തട്ടിപ്പും ഈ തട്ടിപ്പും ഒരേപോലെയാണ്. എന്തിനായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവരുടെ ഇഷ്ടക്കാർക്കും സ്വന്തക്കാർക്കും സ്വജനപക്ഷപാതം വെച്ചുകൊണ്ട് അനധികൃതമായിട്ട് വിലമതിക്കാതിനേക്കാളും കൂടുതൽ വില കൽപ്പിച്ചുകൊണ്ട് ലോൺ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഇവിടെ ഉടലെടുത്തിട്ടുള്ളത്. അല്ലാണ്ട് കേവലം സമ്പത്ത് വ്യവസ്ഥയെ കുറ്റം പറഞ്ഞുകൊണ്ടൊന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്തോരം ബാങ്കുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അർബൻ ബാങ്കുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ബാങ്കുകൾക്കൊക്കെ ഈ പ്രതിസന്ധി ഉണ്ടോ? കൃത്യമായ രീതിയിൽ റിസർവ് ബാങ്ക് പറയുന്ന റെഗുലേഷൻ അനുസരിച്ച് ഒരു ബാങ്കും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു നഷ്ടത്തിലും വരില്ല. കാരണം നമുക്കറിയാം, ഡെപ്പോസിറ്റിന്റെ ഇത്ര ശതമാനം കൊടുക്കാൻ പാടുള്ളൂ, അതിന്റെ ഇത്ര സ്റ്റാറ്റ്യൂട്ടറി റേഷ്യോ മാറ്റി വെക്കണമെന്നുണ്ട്. ഇതൊക്കെ കൃത്യമായി പരിപാലിപ്പിച്ചു പോയാൽ ഈ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ BJPയുടെ ഒരു നിലപാട് എന്താണ് ഇതിൽ? ഇതിൽ ഏത് രീതിയിലുള്ള അന്വേഷണം വേണമെന്നാണ് നിങ്ങളൊരു ആഗ്രഹം? BJP ഈ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതലായ കാര്യങ്ങൾ അന്വേഷിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻക്വയറി നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ സമീപിക്കാൻ പോവുകയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാധാരണ ഓഡിറ്റിന് കൊടുത്തുകൊണ്ട് ഇതുമൊരു ഉത്തരം കിട്ടില്ല. ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുത്തുകൊണ്ട് വിശദമായ അന്വേഷണം നടത്തി ഇത് ഇടണം. ഞങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ നിക്ഷേപകരെ കണ്ണീരിലാക്കാനല്ല. ഇവിടുത്തെ 35,000 പേര് ഇവിടെ നിക്ഷേപകരുണ്ട്. 35,000 പേര്.
ഇവരെ മുഴുവനും പൈസ അവർക്ക് തുക തിരിച്ചു കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അവർക്ക് നിക്ഷേപം കിട്ടണം. ആ നിക്ഷേപം കിട്ടുന്നതിനുള്ള പ്രവർത്തനമാണ് ചെയ്യാൻ പോകുന്നത്. അത് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മളിത് ഇവർ പറയുന്നത് പോലെ ബാങ്കിനെ പൊളിക്കുന്നതിനുള്ളൊരു തീരുമാനമൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ സഹകാരികൾക്ക് അല്ലെങ്കിൽ നിക്ഷേപകർക്ക് തുക തിരിച്ചു കിട്ടണം. അതിനുവേണ്ടിയുള്ള നിലപാടാണ്. അടിസ്ഥാനപരമായിട്ട് ഈ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യം മുഴുവൻ വലിയ തരത്തിൽ ശ്രദ്ധയാകർഷിച്ച ഒരു വിഷയമായിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്. ആ തട്ടിപ്പ് നടന്നതിന് ശേഷം കേരളത്തിലെ വിവിധ ഏകദേശം ഒരു 100-ന് മുകളിൽ ബാങ്കുകളിൽ ED യുടെ ഒരു അന്വേഷണ പരിധിയിലേക്ക് വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ED യുടെ ഒരു അന്വേഷണ പരിധിയിലേക്ക് ഈ ഒരു ബാങ്കും വൈകാതെ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 100% കോടികളല്ലേ. മറ്റേ വലിയ നമുക്കറിയാം സാമ്പത്തിക ഇടപാട് 10 കോടിക്ക് മേഖലയുണ്ടെങ്കിൽ EDക്ക് കേസെടുക്കാൻ വേറെ ഒന്നും വേണ്ട. ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ അതുമായി എൻക്വയറി സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അടുത്ത ദിവസം പരാതികളും കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ആ രീതിയിലേക്ക് അതിൻ്റെ ഒരു അന്വേഷണം വരുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇപ്പോൾ ഈ ജനങ്ങളുടെ ഇടയിൽ ഇതിപ്പോൾ ഇവരുടെ പത്രസമ്മേളനം എല്ലാം എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഈ 35,000 ആളുകൾ ഇവിടെ ഈ ഒരു ബാങ്കിൽ അംഗത്വമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവരുടെ ഇടയിലേക്ക് ഇതിന്റെ യാഥാർത്ഥ്യ വശങ്ങൾ എത്തിക്കാൻ BJPയുടെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള പ്രതികരണം ഉണ്ടാവും? നമ്മളതിൽ വ്യാജമായി ഒന്നും പറഞ്ഞിട്ടില്ല. റിസർവ് ബാങ്കിന്റെ കൃത്യമായ ഓർഡർ നമ്മൾ നവമാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മൾ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങളെ കിട്ടിയിട്ടുണ്ട്. കാരണം ഇന്ന് രാവിലെ മുതൽ ഈ നേരം വരെ ഒരു 50 കോളെങ്കിലും വന്നിട്ടുണ്ടാവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. പിന്നെ ഈ ബാങ്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ പ്രവർത്തന പരിധി എന്ന് പറഞ്ഞ് ഇരിഞ്ഞാലക്കുട മാത്രമല്ല, ഇത് ചെറുതുരുത്തിയിൽ ബ്രാഞ്ചുണ്ട്, കൊരട്ടിയിൽ ബ്രാഞ്ചുണ്ട്, ഇത് 19 ബ്രാഞ്ച്, വെള്ളാങ്കല്ലൂർ ബ്രാഞ്ചുണ്ട്. അങ്ങനെ ഏകദേശം 2-3 ജില്ലകളിൽ നിന്നുള്ളത് പോലെ തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രവർത്തന പരിധിയിലുള്ള ബാങ്കാണ്. അതുകൊണ്ട് തന്നെ ഇതറിഞ്ഞു വരാൻ കുറച്ച് സമയമെടുക്കും. എന്നാലും ഭൂരിഭാഗം ആളുകൾ അറിഞ്ഞിട്ടുണ്ട്. ഈ കാരണം സോഷ്യൽ മീഡിയയും നവമാധ്യമങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ. അവസാനമായിട്ട് UDF ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ഇരിഞ്ഞാലക്കുട. ഇതേ മുനിസിപ്പാലിറ്റിയിൽ ഉള്ള ഒരു ബാങ്കും ഇതിന്റെ ഭരണസമിതിയും UDF തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് ബാക്കിയുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ലഭിക്കാനുള്ള സാഹചര്യമുണ്ടല്ലോ. അതിനെ BJPക്ക് കവർ ചെയ്യാൻ സാധിക്കും. UDF ഇരിഞ്ഞാലക്കുട നഗരസഭ ഭരിക്കുന്നതെന്ന് വെച്ചാൽ ഭൂരിഭാഗം കൗൺസിലർമാർ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഈ ബാങ്കിനെ ആശ്രയിച്ചിട്ട് തന്നെയാണ് UDFന്റെ ഇരിഞ്ഞാലക്കുട നഗരസഭ ഭരണം കൊണ്ടുപോകാറ്. ഇവിടെയുള്ള ഭൂരിഭാഗം ജീവനക്കാർ തന്നെയാണ് അവിടുത്തെ കൗൺസിലേഴ്സും. അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള പരിപൂർണ്ണ പിന്തുണ ഉണ്ടാവും. പക്ഷേ എന്ത് പിന്തുണ ഉണ്ടായാലും ജനം എന്നൊരു ശക്തിയുണ്ട്. ആ ജനം എന്നൊരു ശക്തി അത് കറക്റ്റായിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കും അതിനെ തടുക്കാൻ കഴിയില്ല. അതാണ് കരുവന്നൂരും കണ്ടത്. ആദ്യഘട്ടത്തിൽ മൂടിക്കെട്ടാൻ നോക്കി. ഞങ്ങളൊക്കെ ഈ സുരാജേട്ടനടക്കം ഞങ്ങൾ 2013-15 കാലയളവിലടക്കം വിജിലൻസ് അന്വേഷണം മാർച്ച് നടത്തി. അന്നൊന്നും വന്നില്ല. 18-19 ഷേർലി മാഡത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നപ്പോഴാണ് കാര്യം ഉഷാറായ. അതേ അവസ്ഥ തന്നെയാണ് ഇന്ന് ഇവിടെ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഈ കാര്യം ജനങ്ങളെ മനസ്സിലായി. ഇതിക്ക് മുമ്പ് നമ്മളിവിടെ സമരം നടത്തി ഈ കാര്യങ്ങൾ വിശദീകരിക്കാറുന്ന ഇവരാരും വിശ്വസിക്കില്ല. ഇപ്പം ജനങ്ങൾക്ക് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. വളരെ കൃത്യമായിട്ട് ഇപ്പം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. കൃത്യമായി വായിച്ചാൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. BJP ശക്തമായിട്ട് ഒരു പ്രതിഷേധ പരിപാടികളായിട്ട് മുന്നോട്ട് പോകും. ഇതിന്റെ തുടക്കമാണെന്ന് ഇന്നൊരു സൂചന സമരം മാത്രമാണ്. ഇനി വലിയ പ്രക്ഷോഭങ്ങളാണ് തുടങ്ങാൻ പോകുന്നത്. വളരെ നന്ദിയായിട്ട്. ഓക്കെ, താങ്ക് യു.